എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് പെർമനന്റ് റെസിഡൻസിയെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ടെസ്റ്റിനെ പറ്റി പറയുന്ന വീഡിയോ ആണ്. ലൈഫിന്റെ UK പറ്റി പറയുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ PR ഒരു ഓവറോൾ വ്യൂവിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യമുള്ളവർ ആ വീഡിയോ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഇംഗ്ലീഷ് ടെസ്റ്റിനെ പറ്റിയാണ്. ഇംഗ്ലീഷ് ടെസ്റ്റ് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഡിപ്പെൻഡൻസ് എഴുതേണ്ടതായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇംഗ്ലീഷ് ടെസ്റ്റ് പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടിയും സിറ്റിസൺഷിപ്പിന് വേണ്ടിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ടെസ്റ്റ് നമ്മൾ എഴുതണം. ഈ ടെസ്റ്റിന്റെ കാലാവധി ഉള്ളത് 2 വർഷമാണ്. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ടെസ്റ്റ് D1 ലെവലിലുള്ള ടെസ്റ്റാണ്. GESC ഗ്രേഡ് 5 D1 ടെസ്റ്റാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. ട്രിനിറ്റി കോളേജാണ് ഈ ഒരു ടെസ്റ്റ് നമുക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് ബുക്ക് ചെയ്യുന്നതിന് നമുക്ക് നേരിട്ട് ട്രിനിറ്റി കോളേജിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് ടെസ്റ്റിന് ചെലവ് വരുന്നത് 150 പൗണ്ടാണ്. അതിനോടുകൂടെ ഒരു ടിപ്പ് ഉള്ളത്, 30 പൗണ്ട് എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് സിറ്റിങ്ങിന് നമുക്ക് ഉള്ള ഓപ്ഷൻ കിട്ടും. ഇൻ കേസ് നമ്മൾ ഫസ്റ്റ് സിറ്റിംഗിൽ ഫെയിൽ ആയി പോവുകയാണെങ്കിൽ സെക്കൻഡ് സിറ്റിംഗിന് വേണ്ടി നമ്മൾ ഒരു 30 പൗണ്ട് കൂടെ എക്സ്ട്രാ കൊടുത്ത് 180 പൗണ്ട് ആദ്യമേ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇനി അത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സിറ്റിംഗിൽ നമ്മൾ വീണ്ടും ഈ 150 പൗണ്ട് തന്നെ പേ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യം വരില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ടെസ്റ്റ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. പഠിക്കുന്നതിന് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈസി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ് ഇത്. ജസ്റ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവർ അസസ് ചെയ്യുന്നു. ഇവിടെ ജീവിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഒരു കഴിവുണ്ടോ എന്ന് അവർ അസസ് ചെയ്യുന്നു. അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടെസ്റ്റിന് പഠിക്കുന്നതിന് ഒത്തിരി വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനെ റെഫർ ചെയ്താൽ തന്നെ നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനനുസരിച്ച് 5 സബ് ടോപ്പിക്കും എടുത്തു വയ്ക്കുക. അപ്പോൾ സാധാരണ എല്ലാവരും സെലക്ട് ചെയ്യുന്നതും ഈസി ആയിട്ടുള്ളതും ഫാമിലി എന്നുള്ള ടോപ്പിക്കാണ്. ഫാമിലിയെ പറ്റി ഇപ്പൊ നമ്മളൊരു ഫാമിലി എന്നുള്ള ഒരു ഹെഡിങ് ആയിട്ട് വെച്ചാൽ അതിനെ ഒരു സബ് ടോപ്പിക് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? നമ്മുടെ വൈഫ് അല്ലെങ്കിൽ സ്പൗസിനെ പറ്റി പറയാം, പിന്നെ കുട്ടികളെ പറ്റി പറയാം, അതുപോലെ പാരന്റ്സിനെ പറ്റി പറയാം, നമ്മുടെ ഹോം ടൗണിനെ പറ്റി പറയാം, നമ്മുടെ ജോലിയെ പറ്റി വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ നമ്മുടെ വീടിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിലും പറയാം. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു 5 സബ് ടോപ്പിക്കും കൂടെ നമ്മൾ റെഡിയാക്കി വെക്കുക. അപ്പോൾ അവർ നമ്മളോട് ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും ഏത് ടോപ്പിക്കാണ് നിങ്ങൾ പ്രിപ്പയർ ആയി വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ടോപ്പിക് ഫാമിലി ആണെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ബേസിക്കലി ഈ ടെസ്റ്റ് 10 മിനിറ്റ് ആണുള്ളത്. 5 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ഒരു ടോക്കിങ്ങും പിന്നെ ഒരു ഇന്ററാക്ഷൻ പോലെ ഉള്ള ഒരു 5 മിനിറ്റും ആണ് ഉള്ളത്. അപ്പോൾ ഈ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മാക്സിമം പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് പോവാം അല്ലെ. ഫാമിലിയെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ നമുക്കത് പ്രിപ്പയർഡ് ആയിട്ട് പോവാം. വൈഫിന്റെ പേര് ഇതാണ്, വൈഫ് ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കുട്ടികളാണുള്ളത്, കുട്ടികളുടെ ഹോബീസ് എന്താണ്, അല്ലെങ്കിൽ എന്റെ തന്നെ ഹോബി എന്താണ്, പിന്നെ പാരന്റ്സ് എവിടെയാണുള്ളത്, നമ്മുടെ ഹോം ടൗണിനെ പറ്റി. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് സെന്റൻസുകൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് പോയാൽ തന്നെ ആദ്യത്തെ 5 മിനിറ്റ് നമുക്ക് കഴിച്ചിലാക്കി എടുക്കാം. ഇതിലൊരു ഇമ്പോർട്ടന്റ് കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ടോക്കിംഗ് ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ അവർ തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. മാക്സിമം അതിനുള്ള അവസരം കൊടുക്കാതെ നമ്മൾ പ്രിപ്പയർ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ടോക്കിംഗ്